നമുക്കിതൊരു ചെറിയ ജോലി ചെയ്യാം. എന്നാന്ന് വെച്ചാൽ പുളി, കുടംപുളി ഉണക്കുന്ന ജോലി. അത് നമുക്ക് പെറുക്കാൻ പോകാം. കൂട്ടുകാരെ, ഇവിടെ കാടൊക്കെയാ കേട്ടോ, നല്ല കാടൊക്കെ ഉണ്ട്, സൂക്ഷിക്കണം. എല്ലാ വർഷവും പുളി പെറുക്കലെന്ന് പറഞ്ഞത് എന്റെ ജോലിയാണ്. കണ്ടോ പുളി കിടക്കുന്നത് കണ്ടോ, ഇത് കണ്ടോ, ഈ പുളിയാണ്. ഇത് പെറുക്കി നമ്മൾ ഉണക്കും. കൊറേ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇന്ന് ഇത്രയും പുളി കിട്ടി. ഇത്രയും പുളി കിട്ടി കണ്ടോ, നല്ല പുളിയായത്. നല്ല കറിക്കകത്തൊക്കെ ഇട്ട് നല്ല പച്ചയ്ക്ക് വരെ. ഇത് പച്ച ഇങ്ങനെ ഉണക്കാതെ തന്നെ കറി വെച്ചാൽ നല്ല ടേസ്റ്റായി പുളിക്ക്. ഇട്ടിട്ട് ഇത് പൊട്ടിക്കണം. പൊട്ടിച്ച് കഴുകി എടുത്ത് വേണം ഉണക്കാൻ ഇടാൻ. നമുക്ക് ഉണക്കുന്ന വീഡിയോ അടുത്ത ദിവസം കാണിക്കാം. ഇതിന് മുമ്പ് ഉണക്കിയത് നിങ്ങളെ ഇപ്പൊ കാണിക്കാം കേട്ടോ. ഇത് നമ്മൾ ആദ്യത്തെ ദിവസം പുക കൊള്ളിച്ചിട്ടിരിക്കുന്നതാണ്. അങ്ങനെ ഓരോ ദിവസവും പുക കൊള്ളിച്ചിട്ടിരുന്നതാണ്. ലാസ്റ്റ് നമ്മൾ ഉണക്കി വെക്കാറായി സ്റ്റേജായത്. ഇത് കുറച്ചുകൂടി 2 ദിവസം കൂടി ഉണങ്ങി കഴിയുമ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഉണങ്ങി കിട്ടും. എന്നിട്ട് നമ്മൾ ഉപ്പ് തിരുമ്മി കലത്തിനകത്താക്കി വെക്കണം. നല്ല പിന്നെ നമുക്ക് വിൽക്കണമെങ്കിൽ വിൽക്കാം. ഞാൻ എല്ലാ വർഷവും കുറേശ്ശെ കൊടുക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത്തവണ വിൽക്കാൻ മാത്രം പുളി കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഉണക്കി വെച്ച പുളിയാണേ. ഇത് ഒത്തിരി ആൾക്കാർക്കൊക്കെ നമ്മൾ ഒത്തിരി വിൽക്കുകയൊക്കെ ചെയ്ത് ബാലൻസ് വന്ന് നമ്മൾ വീട്ടിലോട്ട് ആവശ്യത്തിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. ഇവിടെ വീട്ടിൽ തന്നെ ആൾക്കാർ മേടിക്കാനൊക്കെ ഒത്തിരി പേര് വരും. അതുകൊണ്ട് നമ്മൾ പുറത്തൊന്നും കൊണ്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.